ഹേ ഗായ്സ്, നട്ടപ്പാതിരൊക്കെ ക്രേവിങ്സ് വരാന്ന് കേട്ടിട്ടില്ലേ? ബ്രൗണി കഴിക്കാൻ ഒരേ പൂതി. പിന്നെ പണ്ട് എനിക്ക് ഹുദ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് അയച്ചെന്ന ബ്രൗണി റെസിപ്പി കയ്യിലുണ്ടായിരുന്നു. നേരെ പോയി പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കാനും ഇറങ്ങി. പിള്ളേരൊരു സാധനം കഴിക്കണം എന്ന് ആഗ്രഹിച്ചാൽ സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ തന്നെ സാധിക്കണം. ജർമ്മനിൽ എന്തിനാ ഇത്രയും വലിയ ചാനലാന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. കള്ളന്മാർക്ക് പറയാൻ എളുപ്പമാണെന്നേ. സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അളക്കാനുള്ള കപ്പും കുന്തൊന്നും ഇല്ല. സോ എല്ലാം ഒരു കൈക്കണക്കായിരിക്കും ഈ വട്ടത്തെ പരീക്ഷണങ്ങൾ. ഇനി നമുക്ക് ഈ കപ്പിൽ എല്ലാം തന്നെ അളക്കാം. ഈ കപ്പ് എനിക്ക് കുറച്ച് സെന്റിമെന്റലാണ്. എൻ്റെ അനിയത്തിയാണ് എനിക്ക് ഈ കപ്പ് ചൂസ് ചെയ്ത് മേടിച്ചത്. സോ ഇതെല്ലാം അടിപൊളിയാവുമെന്ന് വിചാരിച്ച് അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങാം. ആദ്യമായി നമുക്ക് വേണ്ടത് പഞ്ചസാര അഥവാ സുക്കറാണ്. ഇതും എൻ്റെ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട പഞ്ചസാരയാണ് കേട്ടോ. സോ എൻ്റെ സാധനങ്ങളൊക്കെ മിക്കതും നാട്ടിൽ നിന്നാണ് ഗൈസ്. പിന്നെ വേണ്ടത് നമുക്ക് മുട്ടയാണ്. 2 മുട്ട ഓർ അണ്ട. പിന്നെ അല്പം വെള്ളം. ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇടിച്ച് പൊടിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രൊഫഷണലായി കുറച്ച് ഉപ്പ്, പിന്നെ അളവില്ലാത്ത കുറച്ച് മൈദപ്പൊടി, കൊക്കപ്പൊടി പാക്കറ്റ് മൊത്തം കമത്തി ഇതെല്ലാം കൂടി അടിച്ച് കലക്കിയെടുക്കുക. സോ നമുക്ക് ബീറ്ററൊന്നുമില്ല കേട്ടോ. സോ കൈകൊണ്ട് തന്നെ എല്ലാം. അളക്കാൻ കയ്യിലില്ലാത്തപ്പോൾ എന്ത് ശാസ്ത്രമെന്നാണല്ലോ ഏതോ ഒരു വലിയ ആൾ പറഞ്ഞേക്കുന്നത്. തെറ്റ് പറ്റിയാൽ സമ്മതിക്കണമല്ലോ. ചുണ്ടിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ സമ്മതിക്കണം കേട്ടോ. 10-20 മിനിറ്റ് എടുക്കുമെന്ന് വിചാരിച്ചുള്ളൂ. 1 മണിക്കൂർ എടുത്തു. എല്ലാം ഫൈനാണ്. കാരണം നമ്മുടെ ആഗ്രഹമാണ് നമുക്ക് ഏറ്റവും വലുത്. ഇന്ന് ബേക്കിംഗ് സോഡയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല. സോ അവർ ഗസ്റ്റാണ്. ഗാലറി ഇരുന്ന് കളി കണ്ടോളൂ. പിന്നെ നമ്മുടെ മനക്കണക്കിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ചോക്ലേറ്റ് ഇടണം. അത് ചങ്കി പീസായിട്ട് തന്നെ ഇടണം. അതായത് നമുക്ക് കടിക്കാനൊക്കെ കിട്ടുള്ളൂ. ഇത് നാട്ടിലത്തെ ചോക്ലേറ്റ് ആണ് കേട്ടോ, ബേക്കേഴ്സിൽ നിന്ന് മമ്മി കൊടുത്ത് വിട്ടതാ. പിന്നെ എല്ലാം കൂടി കുഴച്ചൊരു പരുവത്തിലാക്കി ഓവനിൽ വെച്ചു. കറക്റ്റ് 40 മിനിറ്റ് വെച്ചപ്പോൾ നമ്മൾ സാധനം എടുത്തു. ഓർക്കത്തിൽ കിടന്ന് വിളയം വിളിച്ച് കൊടുത്തു. തടാ.